ഈ ഏഞ്ചൽ നമ്പർ പോലെ തന്നെ ഡെവിൾസ് നമ്പർ വല്ലതും ഇപ്പോൾ 666 കുറിച്ചിട്ടൊക്കെ എന്നെ പറയാനല്ലോ. ഇപ്പോൾ ഏമ്പുരാൻ അല്ലെങ്കിൽ മറ്റേ ലൂസിഫറിലൊക്കെ ആ കാറിന്റെ നമ്പർ 666 ആണ് വെച്ചിട്ട്, ആ ബ്ലാക്ക് അംബാസിഡർ കാറിന്. പിന്നെ ഒരാളുടെ ഒരു ദിവസം എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഒരു മാസം എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഒരു വർഷം എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇനി അതല്ല, ഒരാളുടെ ജീവിത കാലം മുഴുവൻ അതിനെ 4 പാർട്ടായി തിരിച്ച്, ആദ്യത്തെ പാർട്ടിൽ ഇദ്ദേഹം ഇതായിരിക്കും, അടുത്ത പാർട്ടിൽ ഇതായിരിക്കും, അടുത്ത പാർട്ട്, അങ്ങനെ 4 പാർട്ടാണ്. അതായത് പിന്നെ ഒരു ഏകദേശം 54 വയസ്സിന് ശേഷം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, ചെറിയ വ്യത്യാസം ഉണ്ടാവാം. ഈ റിലേഷൻഷിപ്പുകളിലേക്ക് വരികയാണെങ്കിൽ ചില നമ്പർ, അതായത് ഇപ്പം എനിക്കൊരു നമ്പർ ആയിരിക്കും, അപ്പം എൻ്റെ ഓപ്പോസിറ്റ് ഉള്ള പാർട്ട്ണർക്ക് ഏത് നമ്പർ ആയിരിക്കണം, അങ്ങനെ അതായത് ഈക്വൽ ആയിട്ടുള്ള നമ്പർ വേണോ അതോ ഓപ്പോസിറ്റ് നമ്പർ വേണോ? ഓപ്പോസിറ്റ് ഒന്നും പറയാനില്ല, ഈക്വൽ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒന്നിന്റെ എനർജിക്ക് ഒന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ ഈഗോ ആയിരിക്കും. ഭയങ്കര ഈഗോ. ന്യൂമറോളജി നോക്കി കല്യാണം കഴിച്ചു കഴിഞ്ഞാല് അത്ഭുതങ്ങളൊക്കെ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും നമ്മൾ ഒരു കൃത്യമായിട്ടുള്ളതാണ്. ഈ ഒരു ഏറ്റവും പറയേണ്ട ഒരു കാര്യം, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഏഞ്ചൽ നമ്പറിനെ ചോദിച്ചല്ലോ. അപ്പോൾ ഈ 1111 എന്ന് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന കാര്യം പറയുക, ആ സംഭവത്തെ നിങ്ങൾ മനസ്സുകൊണ്ട് അവിടെ ഒന്ന് എന്താ പറയുക, ഒന്ന് ജീവിക്കുക, അല്ലെങ്കിൽ ആ കാലത്തെ നമ്മൾ ഓർമ്മിക്കുക. അതെ, അതാണ്. അല്ലെങ്കിൽ പറയാൻ നമുക്ക് പ്രസന്റ് ടെൻസിൽ അത് പറയാൻ വേണ്ടി പറ്റി കഴിഞ്ഞാൽ അതും നല്ലതാണ്. അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ പക്ഷേ ഒരു കവിത പോലെ പഠിച്ചു വെക്കണം. അഫർമേഷൻ എന്ന് പറയും. ഈ അഫർമേഷൻ റെഡിയാക്കി വെച്ചിട്ട് ആ സമയത്ത് അഫർമേഷൻ പറയുകയും വിഷ്വലൈസേഷൻ കാണുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എത്തിച്ചേരാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതാണ് 1111. ഈ ഏഞ്ചൽ നമ്പർ പോലെ തന്നെ ഡെവിൾസ് നമ്പർ വല്ലതും? അതെ, അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. ഇപ്പോൾ 666 കുറിച്ചിട്ടൊക്കെ എന്നെ പറയാനല്ലോ. ഇപ്പോൾ ഏമ്പുരാൻ അല്ലെങ്കിൽ മറ്റേ ലൂസിഫറിലൊക്കെ ആ കാറിന്റെ നമ്പർ 666 ആണ് വെച്ചിട്ട്, ആ ബ്ലാക്ക് അംബാസിഡർ കാറിന് വെച്ചിരിക്കുന്നത്. അതുപോലെ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്, ഡെവിൾ നമ്പർ ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ന്യൂമറോളജി പ്രകാരം 6 എന്നത് അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യൻ തന്നെയാണ്. അതായത് അസുരന്റെ എനർജി തന്നെയാണ് 6, അസുരന്റെ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യൻ. അപ്പോൾ 666 എന്ന് പറയുന്നത് 318, അത് സൂപ്പർ നാച്ചുറൽ ലയിക്കുന്നു എന്നും അതിന് ആ ശക്തിക്ക് ഒന്നിനും തടസ്സം വെക്കാൻ പറ്റില്ല എന്നും ഒരു സൂചന അതിനുണ്ട്. അപ്പോൾ പവർഫുൾ ആയിട്ടുള്ള ആറിനെ സൂപ്പർ നാച്ചുറൽ ആക്കുന്നത് 666. അതെ, അങ്ങനെ അതിൽ ഒരു 9ന്റെ എനർജിയിലേക്ക് അത് മെർജ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഇപ്പോൾ നമ്പറുകൾക്കെല്ലാം നമ്മൾ ചുറ്റും ഇപ്പം വെളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്തെങ്കിലും പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയും. തീർച്ചയായും. ഇതിപ്പം ഞാൻ ചെയ്യുന്നതുണ്ട്. ഞാനിപ്പോൾ ഈവൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുന്നിലിരിക്കുന്ന കാറിൻ്റെ നമ്പർ എൻ്റെ നോട്ടീസിൽ പെടും. ഇപ്പം നമ്മൾ ന്യൂമറോളജിസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഒരുപക്ഷെ ഞാനിത് കുറച്ച് കൂടുതലാണ്. എന്ത് കാര്യം അതെ, നമ്മൾക്ക് അറിയാൻ വേണ്ടി പറ്റും നമ്മളെ കാര്യങ്ങൾ എങ്ങനെയാണ്, അത് അനുകൂലമാണോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ന്യൂമറോളജിയുടെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ ക്ലാസ്സിൽ ഒരാളുടെ ഒരു ദിവസം എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഒരു മാസം എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഒരു വർഷം എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇനി അതല്ല, ഒരാളുടെ ജീവിത കാലം മുഴുവൻ അതിനെ 4 പാർട്ടായി തിരിച്ച്, ആദ്യത്തെ പാർട്ടിൽ ഇദ്ദേഹം ഇതായിരിക്കും, അടുത്ത പാർട്ടിൽ ഇതായിരിക്കും, അടുത്ത പാർട്ട്, അങ്ങനെ 4 പാർട്ടാണ്. അതായത് ഒരു ഏകദേശം 54 വയസ്സിന് ശേഷം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, ചെറിയ വ്യത്യാസം ഉണ്ടാകും. അത് കണക്കൂട്ടൽ ഏകദേശം 54 ശേഷം ഒരേ റേഞ്ചിൽ പോകുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ ഈ 4 തരത്തിൽ കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഓരോ എനർജിക്കും ന്യൂമറോളജി നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ച കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാവും, ഒരു നമ്പർ കാണുകയാണെങ്കിൽ നമ്മൾ എന്താണ് നമ്മളിൽ നിന്ന് എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകും. അപ്പോൾ ഈ ഓരോ ആളുടെ ദിവസം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഒരാളുടെ ദിവസം കണ്ടെത്തണമെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ, അതായത് ഒരാളുടെ ദിവസം അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇന്നത്തെ ദിവസത്തിന് ഓരോരോ എനർജി ഉണ്ട്. ഇപ്പം ഈ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം ഞായറിന് 1ന്റെ എനർജി ആണെങ്കിൽ തിങ്കളിന് 2ന്റെ എനർജിയാണ്, ചൊവ്വക്കാണെങ്കിൽ 9ന്റെ എനർജിയാണ്, ബുധനാണെങ്കിൽ 5ന്റെ എനർജിയാണ്, വ്യാഴത്തിനാണെങ്കിൽ 3ന്റെ എനർജിയാണ്. അപ്പോൾ ഇത് ഒരേ ഓർഡറിലല്ല വരുന്നത്, അത് ഓരോ ദിവസത്തിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് നമ്പറുകളും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം 12 ആയിരിക്കും, ചിലപ്പോൾ 13. അതെ, അത് എങ്ങനെയാണ് ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്തിന് അനുസരിച്ചിട്ട് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എങ്ങനെ അനുഭവപ്പെടുന്നു ഉള്ളൂ എന്നതാണ് ആ
നമ്മുടെ ആ ദിവസം എങ്ങനെയാണ് കാൽക്കുലേഷനിൽ വരുന്നത്. അത് ആ ദിവസത്തെ ഡേറ്റ്, അത് ഏതാണ് ആഴ്ച, ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്, ഇതിനെ മൂന്നും കമ്പാരിസൺ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് എങ്ങനെയായിരിക്കും ആ ദിവസം. അത് കാരിയർ ലെവലിൽ ഗുണമുള്ളതാണോ, അല്ല ഫാമിലീൻ്റെ കാര്യത്തിലാണോ നല്ലത്, ഇനി അതല്ല യാത്രകൾക്ക് ഉള്ള സാധ്യതയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണക്കെടുക്കുന്നത് പിന്നെ ഈ ഡേറ്റ് ഓഫ് ബർത്തും ആ ഡേറ്റും അന്നത്തെ ഡേറ്റും അന്നത്തെ ദിവസത്തിൻ്റെ എനർജിയും കണക്കൂട്ടിയതിന് ശേഷം വേണം കണക്കാക്കാൻ. അതേപോലെ തന്നെ ആയിരിക്കും നമ്മളിപ്പോൾ ഒരാളെ അടുത്തേക്ക് വരുമ്പോൾ അവരുടെ പേര് വെച്ചിട്ട് നമുക്ക് അയാളുടെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. പേര് നമ്മൾ എടുക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ച്, ഡേറ്റ് ഓഫ് ബർത്തും ടൈം. ഇപ്പൊ നമ്മൾ ഒരാളെ കാണാൻ പോകുമ്പോൾ നമുക്ക് വേറെ ടൈമോ അല്ലെങ്കിൽ സമയം മാത്രമായിരിക്കും നമുക്കുള്ളൊരു നമ്പർ എന്ന് പറയുന്നത്. പിന്നുള്ളത് അയാളെ കുറിച്ച് അറിയണമെങ്കിൽ അല്ലെങ്കിൽ അയാളെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അയാളുടെ പേരാണ്. അപ്പോൾ പേര് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റി നമുക്ക് കണ്ടെത്താൻ കഴിയും. പേര് വെച്ചിട്ടല്ല, അവരുടെ ആ പിന്നെ ഡേറ്റ് വെച്ചിട്ടേ സാധിക്കുള്ളൂ. പിന്നെ പേര് അതിനെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു വ്യക്തി നമ്മളെ അടുത്തേക്ക് വരുന്ന നമ്മൾ അവരോട് കുറച്ച് സംസാരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുടെ എനർജി, നിങ്ങൾ ന്യൂമറോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഖ്യയേ ഉള്ളൂ, 2 ആണോ 7 ആണോ എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവരുടെ ഏകദേശം എനർജി ഒരേ ലെവലിലാണ് വരുന്നത്. ബാക്കി എല്ലാ സംഖ്യകളെയും നമ്മൾ കൂടുതൽ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ, സംസാരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കണം, അല്ലാതെ അല്ലേ ഒരു ഫോർമാലിറ്റീസിൽ എല്ലാവരും തലകുലുക്കി ഇങ്ങനെ അല്ലേ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയേ ഉണ്ടാവുള്ളൂ. അല്ലാതെ അല്ലേ നമ്മൾ എല്ലാം വിട്ടിട്ട്, അതായത് നല്ല ക്ലോസ് ആയിട്ട് അങ്ങോട്ട് സംസാരിക്കുന്ന അവസ്ഥയിൽ കൃത്യമായിട്ട് ഒരാളുടെ എനർജി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം. അപ്പൊ ഈ പറഞ്ഞ കണക്കനുസരിച്ച് ഒരാൾ അടുത്തേക്ക്, അതെ, നിങ്ങളിപ്പോ ന്യൂമറോളജി പഠിക്കുകയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതെ അങ്ങനെ ഇഷ്ടംപോലെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ. ആ എന്താ പറയുക, പ്രഡിക്ഷനിൽ ചിലപ്പോൾ ഇപ്പോൾ ഒരാളുടെ സ്വഭാവം കണ്ടിട്ട് 5, 14, 23 ഇതിലേതെങ്കിലും ദിവസമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടും വീണ്ടും നമ്മൾ അവരെ നിരീക്ഷിക്കുമ്പോൾ അത് ഇന്ന ഡേറ്റ് 23 തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന പല കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടും. അത് നമുക്ക് ഈ ഒരു ഇപ്പം ന്യൂമറോളജി നല്ല രീതിയിൽ ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇതെല്ലാം കൃത്യമായിട്ട് ഒരാളുടെ പേഴ്സണാലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും പറ്റും. അതൊക്കെ നമ്മൾ ജനറൽ പറയുന്ന പോലല്ലോ, ഓരോ നമ്പറിനും ഓരോ വ്യത്യാസം വരുമ്പോൾ അത് പഠിപ്പിക്കാൻ അറിയാവുന്ന നല്ല ഒരാളുടെ കയ്യിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൃത്യമായിട്ട് അറിയാൻ കഴിയും. അങ്ങനെ നമ്മൾ പഠിച്ചെടുത്ത് പിന്നെ എക്സ്പീരിയൻസും ചെയ്യണം. നമ്മളെപ്പോഴും ഒന്ന് പഠിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളതങ്ങനെ നമ്മുടെ മനസ്സിൽ അത് വേണം. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ ഇന്ന വണ്ടികളൊക്കെ നല്ലതാണ്, വണ്ടിയുടെ നമ്പർ, അപ്പം ഇന്ന നമ്പർ വളരെ ദോഷമുള്ള നമ്പറാണെന്നല്ലോ പറഞ്ഞത്, അപ്പോൾ ഈ വണ്ടിക്ക് എന്താണ് പിന്നെ എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഓണറിനോട് പോയി ചോദിക്കുക, ഇത് എവിടെയെങ്കിലും അപകടം പറ്റിയ വണ്ടിയാണോ, എന്തെങ്കിലും അപകടം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയും. അല്ലെങ്കിൽ ഇത്രയും ഓണർ, ചില വണ്ടിയാണെങ്കിൽ ഇങ്ങനെ ആളുടെ കയ്യിൽ നിന്ന് മാറി പോയിക്കൊണ്ടിരിക്കും, ഒരാളുടേക്ക് നിൽക്കില്ല. ചില വണ്ടിയാണെങ്കിൽ അവരത് വിട്ട് കളയില്ല. അത് അതിൻ്റെ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും വീണ്ടും പുതുക്കി എത്ര പഴയ വണ്ടി ആയി കഴിഞ്ഞാലും അത് ഉപയോഗിക്കുന്നു. ചില വണ്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ യാത്ര അല്ലെ, പൊതുവേ നമ്മൾ പറയല്ല, ഈ യാത്രയുടെ സാധുതോദ്ദേശം നിങ്ങൾക്ക് അല്ലേ, സദുദ്ദേശം നടക്കട്ടെ എന്നാണ് അതിലുണ്ടാവുക. അത് മാത്രമല്ല അതിനെ കൊണ്ട് ഭാഗ്യം ഉണ്ടാവുക. ഒരു വണ്ടി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ മറ്റു ഭാഗ്യങ്ങൾ കൂടി ഉണ്ടാവും. വീട്ടിൽ വണ്ടി വന്നു കഴിഞ്ഞാൽ ഭാഗ്യങ്ങളുണ്ടാവും. വീട്ടിൽ വണ്ടി വന്നു കഴിഞ്ഞാൽ ഭാഗ്യം ഉണ്ടാവും. ആ വണ്ടിയിൽ പോയത് കൊണ്ടുള്ള ഭാഗ്യമല്ല ഞാൻ പറയുന്നത്, വീട്ടിൽ തന്നെ ഒരു അംഗം പോലെ മറ്റു കാര്യങ്ങൾ. ചില വണ്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മറ്റു വണ്ടികളും വീണ്ടും വരും. ഇനി അതല്ല അവർക്ക് പിന്നെ എന്തെങ്കിലും ബ്ലോക്കായി നിൽക്കുന്ന കാര്യങ്ങൾ മാറിയിട്ട് അനുകൂലമായിട്ട് വരും. അതൊക്കെ വണ്ടിയുടെ എനർജിയിലാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് മൊബൈൽ നമ്പർ. കൃത്യമായിട്ടുള്ളൊരു മൊബൈൽ നമ്പർ വെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. അപ്പം മൊബൈൽ നമ്പറിലും കാര്യമുണ്ട്. തീർച്ചയായിട്ടും മൊബൈൽ നമ്പറിൽ വണ്ടി നമ്പർ, വീട്ടു നമ്പർ, ഇനി ഫ്ലാറ്റ് ആണെങ്കിൽ ഫ്ലാറ്റിൻ്റെ നമ്പർ, നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ദിവസത്തിൻ്റെ എനർജിയിൽ, പിന്നെ അങ്ങനെ എല്ലാറ്റിലും കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇതിലെല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം അത്ഭുതകരമാക്കി മാറ്റാൻ കഴിയും. തീർച്ചയായിട്ടും നമ്മൾ എനർജി മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ശനീശ്വരൻ്റെ എനർജീനെ കൂടുതൽ, ഇപ്പം ജ്യോതിഷപ്രകാരം പറയാം, ശനി വളരെ ദോഷത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതുക. അദ്ദേഹത്തിന് ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങൾ, ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളില്ല. അദ്ദേഹത്തിൻ്റെ ജീവിത രീതി ഒന്ന് മാറ്റണം. പണ്ടെന്താണോ എന്നെ ശുക്രൻ്റെ എനർജിയിൽ അങ്ങനത്തെ വാക്കുകൾ അർമാദിച്ച് കളിക്കുന്ന അതേ രീതിയിൽ ശനിയുടെ എനർജി പോയാൽ അപ്പോൾ പണി കൊടുക്കും. അപ്പോൾ
നമ്മുടെ ജീവിത സ്റ്റൈൽ ഒതുങ്ങണം. നമ്മളെ ജീവിതം നമ്മൾ കൃത്യമായിരിക്കണം. നമ്മൾ പിന്നെ ഇപ്പോൾ സ്ഥിരമായിട്ട് ഡ്രിങ്ക് കഴിയുക, ശനി ഡ്രിങ്കിനെ സപ്പോർട്ട് ചെയ്യില്ല എന്തെങ്കിലും പറഞ്ഞാൽ അത് അന്ന് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഫാമിലി എന്ന എങ്ങനെയാണ്, അപ്പോൾ ഓരോന്നിനും അതിൻ്റെ ചിട്ട കൊണ്ടുവരണം ആ ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഒരു ദിവസത്തിനെ കണ്ടുപിടിച്ചു, ഒരു എനർജിയെ കണ്ടുപിടിച്ചു, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിനെ ഒന്ന് അറേഞ്ച് ചെയ്യുക. പക്ഷെ അത് നമുക്ക് പറ്റണം. എല്ലാ ദിവസവും ഒരേപോലെ നമുക്ക് പോകാൻ പറ്റുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും. അതേസമയം നമ്മൾ ഈ എനർജീനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് അധികം എൻജോയ്മെൻ്റ് ഒന്നും നടക്കില്ല എന്ന് കണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ശ്രമിക്കുമ്പോഴേ അത് പ്രശ്നം. അതേസമയം നമ്മൾ ഓക്കെ അതിനനുസരിച്ചുള്ള കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളൊന്ന് മാറുക, ആ എനർജി എന്താണെന്ന് മനസ്സിലാക്കുക, ആ എനർജിക്ക് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾക്ക് കൊണ്ടുവരിക. അതാണ് അതിൽ പറയാനുള്ളത്. ഈ റിലേഷൻഷിപ്പുകളിലേക്ക് വരികയാണെങ്കിൽ ചില നമ്പർ, അതായത് ഇപ്പം എനിക്കൊരു നമ്പർ ആയിരിക്കും, അപ്പം എൻ്റെ ഓപ്പോസിറ്റുള്ള പാർട്ട്ണർക്ക് ഏത് നമ്പർ ആയിരിക്കണം അങ്ങനെ, അതായത് ഈക്വൽ ആയിട്ടുള്ള നമ്പർ വേണോ അതോ ഓപ്പോസിറ്റ് നമ്പർ വേണോ? ഓപ്പോസിറ്റ് ഒന്നും പറയാനില്ല, ഈക്വൽ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒന്നിൻ്റെ എനർജിക്ക് ഒന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിൽക്കില്ല. കാരണം രണ്ട് ലീഡറാണേ, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ, കാരണം അവർ ലീഡറിന് ഒരു ഈഗോ ആയിരിക്കും, ഭയങ്കര ഈഗോ കയറി വരും അവരുടെ ജീവിതത്തിൽ. ആറ്റിറ്റ്യൂഡും ഭയങ്കര അത് പ്രശ്നമാണ്. അപ്പോൾ ഒരേ നമ്പർ ചേരില്ല. അപ്പോൾ എന്താണ് ഇവർക്ക് മിസ്സിങ്? അതേസമയം തന്നെ ഒന്നിന് രണ്ട് രാജ്ഞി ആണ്. അപ്പോൾ ഇവൻ ഇപ്പം ചിലപ്പം വൈഫായിരിക്കാം, ഒന്ന് ഹസ്ബൻഡ് അന്നേരം അതിനനുസരിച്ചിട്ട് പെരുമാറുന്ന വ്യക്തിയായിരിക്കും. എന്താണോ അവർക്ക് ഉള്ളത് അതിനനുസരിച്ചിട്ട് അല്ലേ. ഇപ്പം നമ്മൾ ഈ ഇന്റർലോക്കിൻ്റെ കാര്യം പറയുന്ന പോലെ ഇങ്ങനെ വെക്കുമ്പോൾ അതിൽ ജോയിൻ്റ് ആവുന്നതാണ് അവിടെ കറക്റ്റ് ആവുള്ളൂ. അതേസമയം രണ്ടും ഒരുപോലെ മുഴച്ച് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അത് ജോയിൻ്റ് ആവില്ല. അത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ പിന്നെ നമ്മൾക്ക് എന്താണോ എനർജി മിസ്സിങ് അത് ഇവർക്ക് തരാൻ വേണ്ടി പറ്റണം. ഈ ന്യൂമറോളജി തന്നെ നമ്മുടെ മിസ്സിങ് ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടാവും. ചിലവർക്ക് ചില നമ്പേഴ്സ് മിസ്സിങ് ആയിരിക്കും. ലോഷോ ഗ്രിഡ് എന്നൊക്കെ പറയുമ്പോൾ അതിലത്തെ ഒരു പ്രധാന നമ്പറാണ് 5. അപ്പോൾ അത് മിസ്സിങ് ആയിരിക്കും. അതേസമയം വൈഫിൻ്റെ എനർജിയിൽ ഈ എനർജി ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അവർ രണ്ടുപേരും കൂടുമ്പോഴേക്കും അവർക്ക് വിജയങ്ങളാണ് പിന്നെ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ അതേസമയം മോശം വരാനും സാധ്യതയുണ്ട്. ന്യൂമറോളജി നോക്കി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങളൊക്കെ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും നമ്മൾ ഒരു കൃത്യമായിട്ടുള്ളതാണെങ്കിൽ ഈ ഏറ്റവും പറയേണ്ട ഒരു കാര്യം, ജീവിതം എളുപ്പമാക്കും. ന്യൂമറോളജി നിങ്ങളുടെ ജീവിതത്തിനെ ഈസിയാക്കും. അതാണ് പറയേണ്ടത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ചിലവർ സമ്പത്തൊന്നും നേടണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. അവർ ആഗ്രഹിക്കുന്നത് എൻജോയ്മെൻറ്റ് ചെയ്ത് ജീവിക്കണമെന്നേ ആഗ്രഹിക്കുള്ളൂ. അവർക്ക് അങ്ങനെയുള്ള ജീവിതമായിരിക്കും. അല്ലാണ്ട് എല്ലാം നമുക്ക് വിജയം, ജീവിതത്തിൻ്റെ സക്സസ് പണത്തിലാണെന്ന് പറയാൻ പറ്റില്ല. ഓരോരാളും ഓരോരോ ആഗ്രഹങ്ങളാണ്. എൻജോയ്മെൻറ്റ്, ചിലവർ യാത്രയാണ് ആഗ്രഹം, അവരുടെ സമ്പാദ്യം യാത്രകളാണ്, ഒരുപാട് യാത്ര ചെയ്താൽ മതി, അല്ലാണ്ട് അവർക്ക് പണമല്ല ആവശ്യം. ചിലവർക്കാണെങ്കിൽ ഫാമിലിയുമാണ് ഇമ്പോർട്ടൻ്റ്, നമ്മൾ കുട്ടിയും ഭാര്യയും വീടുമായിട്ട് അങ്ങനെ പോകുന്നതാണ് സന്തോഷം, അല്ലാണ്ട് അവർക്ക് വലിയ രീതിയിൽ ഉയരുന്നതല്ല. ചിലവർക്കാണ് ഈ പറയുന്ന പോലെ ഒരുപാട് സമ്പത്ത് നേടണം, ബിസിനസ്, പിന്നെ ചിലവർക്ക് മൾട്ടി നാഷണൽ ബിസിനസ് ആയിരിക്കും. അവർക്ക് ലക്ഷറി ലൈഫൊന്നും അവർക്ക് വേണമെന്നില്ല. അവരെവിടെയും കിടന്നുറങ്ങിക്കൊണ്ടും അവരുടെ ബിസിനസ്സിന് വേണ്ടി അവരെന്തും ചെയ്യുന്നില്ല രീതിയിൽ അവരുടെ വിജയം എന്താണ്, അതാണ് ഏത് ആ രീതിയിൽ ബിസിനസ്. ഈ പറയുന്ന പോലെ ലക്ഷറി ആയിട്ട് ആഗ്രഹിച്ചിട്ട് ജീവിക്കുന്നവർ അതും ഒരു തെറ്റല്ല, അതും വേണം ജീവിതത്തിൽ. അതും ആഗ്രഹിക്കുന്നവർക്ക് അതും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അതുകൊണ്ട് ഒരാളുടെ സക്സസ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവരുടെ ഓപ്പോസിറ്റ് വരുന്ന ഒരാൾക്ക് നമുക്ക് കുറവുള്ള എന്താണോ അതുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചേർന്ന് തീർച്ചയായും ആ രീതിയിലേക്കുള്ള മാറ്റം അതാണ് അതിലകത്ത്. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും വേണ്ടത് ഇതാണ്. അപ്പം ഇന്ന് രാത്രിക്ക് ഞാൻ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോവാണ്, അത് പോയിക്കൂടാന്ന് വൈഫ് പറയുകയാണെങ്കിൽ തെറ്റി, കാരണം ഇവൻ്റെ സ്വാതന്ത്ര്യത്തിനല്ലേ അത്. അതേസമയം അതേപോലെ വൈഫും പറയുകയാണ് ഇന്ന് രാത്രിക്ക് ഞാൻ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക്, നമ്മളെ പാർട്ടി ഉണ്ട്, ഭയങ്കര ചിൽ പാർട്ടിയാണ്, ഞാൻ പോകുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിട്ടാണ്ട് നിന്ന് കഴിഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യത്തിനെ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ എങ്കിൽ ശരിക്കും വേണ്ടത് എന്താണ്, ഇവരാദ്യമേ നമ്മൾ ഇന്നതൊക്കെ ചെയ്യുള്ളൂ ജീവിതത്തിൽ എന്ന് പരസ്പരം പറഞ്ഞിട്ട്, അല്ലേ, നീ ഇല്ലാണ്ട് ഞാൻ പോകുന്നില്ല ഒരു പാർട്ടിക്ക്, അല്ലെങ്കിൽ നീ അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളവരാണ് ജീവിക്കേണ്ടത്. അല്ലാണ്ട് സ്വാതന്ത്ര്യമോ ഇതോ ഒന്നുമല്ല. നമുക്ക് പരസ്പരം ഇഷ്ടമുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യുള്ളൂ എന്ന തീരുമാനത്തിൽ രണ്ടുപേരും ഒന്നിക്കുന്നവരാണ് അവർ. അപ്പോൾ ഇതുപോലെ നമുക്ക് താല്പര്യമുള്ള ആ ഒരു സംഭവത്തിലേക്ക് രണ്ടുപേർക്ക് എത്തിച്ചേരാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ എനർജി വെച്ച് നമ്മൾ നോക്കേണ്ടത്. അതല്ലാതെ പിന്നെ ഇതിനെല്ലാം നമ്മൾ നിയമങ്ങൾ അല്ലെങ്കിൽ ഇതിൽ ചെയ്തുകൂടാ എന്നത് ചെയ്തുകൂടാ എന്നല്ല, അല്ലേ, ചെയ്യണം എന്ന് ചെയ്തുകൂടാ എന്നല്ല. അപ്പോൾ ഇതെല്ലാം നോക്കേണ്ടത് നമ്മുടെ പരസ്പരമുള്ള ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ്. അതിന് ഈ ന്യൂമറോളജി
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെ ആണ്. ഇപ്പൊ എനിക്കൊരു ബിസിനസ്സുകാരനാവാനാണ് ആഗ്രഹം. പക്ഷെ ഞാൻ തിരഞ്ഞെടുക്കുന്ന ലൈഫ് പാർട്ട്ണർക്ക് അതല്ല, ഒരു സിമ്പിൾ ആയിട്ടുള്ള ജീവിതം ജീവിക്കാനാണ് ആഗ്രഹം. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ വിഷയങ്ങളായിരിക്കും ഉണ്ടാകുന്നത്? അതാണ് ഇതിൽ ഈ ന്യൂമറോളജി പ്രകാരം ഇവരുടെ മാച്ച് ആകുന്നുണ്ടോ എന്നുള്ളതും പരസ്പരം സംസാരിക്കുകയും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ സംസാരം ഈ മനസ്സിലെ ന്യൂമറോളജി പ്രകാരം ഇതിനെല്ലാം പ്രതിവിധികളുണ്ടോ? പ്രതിവിധി ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെയാണ് ആഗ്രഹമെങ്കിൽ ഈ പറയുന്ന പോലെ പേരില്ലാത്ത മാറ്റം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ചും കൂടി ലക്ഷറി ആയിട്ടുള്ള പേരുകളൊക്കെ ഇട്ട് നമുക്ക് അതിലേക്ക് ആഗ്രഹം ജനിപ്പിക്കാനൊക്കെ പറ്റും. അല്ലാതെ അവരുടെ ഇൻബിൽഡ് ആയിട്ടുള്ള ക്വാളിറ്റിയിൽ മാറ്റം വരുത്തുക ബുദ്ധിമുട്ട് തന്നെയാണ്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ സമ്പത്തോ അല്ലെങ്കിൽ യാത്രകളോ ഇതൊന്നും താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ ഇവരുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് അല്ലേ അവർ ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പാർട്ട്ണറെ കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അത് നിങ്ങളെ ന്യൂമറോളജി സഹായിക്കുന്നേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ അവരങ്ങനെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയാനുള്ളത്? പേരിലത്തെ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നല്ലാതെ അവരുടെ ഇൻബിൽഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഒരിക്കലും പോകുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് 2 എന്ന എനർജി അവർ തല കൊണ്ടല്ല ചിന്തിക്കുക, ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുക. അവർക്ക് കൃത്യമായിട്ട് സത്യത്തിനെയോ ഇതിനെയോ ഒന്നും അല്ല, അവരുടെ ഇമോഷനാണ് ഏറ്റവും വലുത്. അതേസമയം ഒരു 4 എന്ന ഒരു എനർജി അവർ തലകൊണ്ട് മാത്രമാണ് ചിന്തിക്കുക, കൃത്യമായിട്ടുള്ള ലോജിക്കാണ് അവർ ചിന്തിക്കുക. അപ്പോൾ ഇവർ അത് വേണമെന്ന് പറഞ്ഞാൽ അതെന്തിനാ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അത് വളരെ എന്ത് മനോഹരമാണത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 എനർജിയും വ്യത്യസ്തമായി കഴിഞ്ഞാൽ രണ്ടുപേരും ശരിയാണ്, അവരവരുടെ രീതി ശരിയാണ്.